പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് വിട നൽകുകയാണ് നാട്. ഔദ്യോഗിക ബഹുമതികളോടെ ഇടപ്പള്ളിയിലെ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. കേരള, ഗോവ ഗവർണർമാർ, മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ എൻ രാമചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇടപ്പള്ളിയിലെ ശ്മശാനത്തിൽ നിന്ന് ശ്യാംകുമാർ വിശദാംശങ്ങൾ നൽകും. ശ്യാമ, മൃതദേഹം അവിടേക്ക് കൊണ്ടുവന്നല്ലോ, ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ ബാക്കിയുള്ളത്? ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്കിൽ 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. വീട്ടിൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇങ്ങനെ ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ടായിരുന്നു. എന്താണ് ശ്മശാനത്തിൽ, ഇടപ്പള്ളി ശ്മശാനത്തിലെ അവസ്ഥ? അവിടേക്ക് മൃതദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശ്യാം, ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന ആ ആംബുലൻസ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ആംബുലൻസ് ഇപ്പോൾ അകത്തേക്ക് വരികയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഗാർഡ് ഓഫ് ഓണർ നൽകി കഴിഞ്ഞ ശേഷം മൃതദേഹം ഈ ശ്മശാനത്തിലെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ആ ഹാളിലേക്ക് മാറ്റും. അവിടെ വെച്ചായിരിക്കും മതപരമായ ചടങ്ങുകൾ, അത് അവസാനമായിട്ടുള്ള ചില ചടങ്ങുകൾ നടക്കുക അവിടെ വെച്ചായിരിക്കും. അതിനുശേഷമായിരിക്കും പരമ്പരാഗത രീതിയിൽ മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോവുകയും ദഹിപ്പിക്കുകയും ചെയ്യുക. ഏതായാലും മറ്റു ചടങ്ങുകൾ രാവിലെ ചങ്ങമ്പുഴ പാർക്കിൽ ആരംഭിച്ച പൊതുദർശനവും അതിനുശേഷം വീട്ടിൽ ബന്ധുക്കൾക്കും ഏറ്റവും അടുത്ത ആളുകൾക്കുമൊക്കെ രാമചന്ദ്രനെ കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കിയിരുന്നു. എല്ലാ സ്ഥലത്തും ഒഴുകിയെത്തിയത് 10,000-ങ്ങളാണ്. രാവിലെ 7:30 മുതൽ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയ ആ ജനക്കൂട്ടം അതിശയിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു. കാരണം അത്രയും വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി അതിലുപരിയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുടുംബവുമായി വിനോദയാത്ര പോവുകയും ഭീകരവാദികളുടെ തോക്കിന് ഇരയാകുകയും ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ ഈ നാട് നൽകിയ വിടവാങ്ങലിന് തന്നെയായിരുന്നു സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം ഇടപ്പള്ളിയിലെ ആ വീട്ടിലേക്ക് എത്തിക്കുമ്പോഴും അവിടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമേ എത്താവൂ എന്ന് പലതവണ അഭ്യർത്ഥിച്ചിട്ടും നാട്ടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെയും അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയിരുന്നു. അവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ എത്തിയത്. സംസ്ഥാന മന്ത്രി പി രാജീവ് അടക്കം രാവിലെ മുതൽ ഈ ചടങ്ങുകൾക്ക് കൃത്യമായ ഏകോപനവുമായിട്ട് എത്തിയിരുന്നു. ഇപ്പോൾ ആ മൃതദേഹം ഇങ്ങോട്ട് ഇറക്കി ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വെച്ച് പോലീസിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ, സംസ്ഥാന ബഹുമതികൾ നൽകും. അതിനുശേഷമായിരിക്കും മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അകത്തേക്ക് കൊണ്ടുപോവുക. മകനും മറ്റ് ബന്ധുക്കളും അടക്കമുള്ളവർ ചേർന്നാണ് ആ മൃതദേഹം വഹിച്ച ഇങ്ങോട്ട് വരുന്നത്. അല്പസമയത്തിനകം ആ ചടങ്ങുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകും. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നത്. മേയറും MLA-മാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് നടക്കുന്ന ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അകത്തെ മതപരമായ ചടങ്ങുകൾ നടക്കുക. ഏതായാലും ആ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്കിറക്കി ഈ ഗാർഡ് ഓഫ് ഓണർ പോലീസിന്റെ ആദരാഞ്ജലികൾ നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ നാട്ടിൽ ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ, അതിന്റെ വലിപ്പം, അതെല്ലാം അത്തരം അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകൾ, ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാന ഔദ്യോഗിക ബഹുമതികൾക്ക്, അത് സംസ്ഥാന സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്, ആ ബഹുമതികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകനും മകളും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇടപ്പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. ശ്മശാനത്തിന്റെ മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഇപ്പോൾ പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കും. അതിനുശേഷമാകും അവിടെ നിന്ന് മൃതദേഹം അകത്ത് പ്രത്യേകം ക്രമീകരിച്ച ഹാളിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ചാകും അവസാന ചടങ്ങുകൾ അത് പൂർണ്ണമായും നടക്കുക. അതിനുശേഷമായിരിക്കും മൃതദേഹം ദഹിപ്പിക്കുന്നതിനുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഏതായാലും അതിനുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മകളും ഉള്ള ബന്ധുക്കളടക്കമുള്ള ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇനി നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു.
ഇടപ്പള്ളി ശ്മശാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാമചന്ദ്രന്റെ ഭൗതിക ശരീരം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠത്തിൽ മൃതദേഹം ഇപ്പോൾ കിടത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാരൊക്കെ എത്തേണ്ടത് ചങ്ങമ്പുഴ പാർക്കിലാണ് എന്നറിയിച്ചിരുന്നു. പക്ഷേ ചങ്ങമ്പുഴ പാർക്കിലും അദ്ദേഹത്തിന്റെ വസതിയിലും ഇതാ ഇപ്പോൾ ഈ ശ്മശാനത്തിലും ആളുകൾ ഇങ്ങനെ എത്തുകയാണ്. വീട്ടിൽ ഏതാനും ചില മണിക്കൂറുകൾ കുടുംബാംഗങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ കൂടുതൽ സമയവും വീടിന് പുറത്തും ഈ ചങ്ങമ്പുഴ പാർക്കിലും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്നത്. പല ജില്ലകളിൽ നിന്ന് കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എത്രയോ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. രാമചന്ദ്രൻ എന്ന വ്യക്തിയെപ്പറ്റി നേരത്തെ കേട്ടിട്ടില്ലാത്തവർ, അദ്ദേഹത്തെ നേരിട്ട് അറിയാത്തവരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വരികയാണ്. കാരണം ഒന്നാണ്, ഈ പോരാട്ടത്തിൽ, ഈ ഭീകരർക്കെതിരായി രാജ്യം നടത്തുന്ന പോരാട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട് എന്ന് പറയാൻ, ആ സന്ദേശം നൽകാൻ വേണ്ടിയാണ് അവരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ വലിയ ജനസമൂഹത്തിൻ്റെ യാത്ര ഇപ്പോഴും അവിടേക്ക് തുടരുകയാണ്. അതിനിടയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരം അവിടേക്ക് ഈ എടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനപ്രതിനിധികളുണ്ട്, മറ്റുള്ളവരുണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം ഹൃദയവേദനയോടെ അദ്ദേഹത്തിന് വിട നൽകാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് കശ്മീരിലേക്കുള്ള യാത്ര പുറപ്പെട്ടത് വളരെ സന്തോഷത്തോടെയാണ്. മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ഒപ്പമുള്ള ഒരു അവധിക്കാലം, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ ആണ് ആ അവധിക്കാലത്തിന് തീരുമാനിച്ചത്. ആ യാത്രയാണ് പെഹൽഗാമിലെ ഈ യാത്രയിൽ അവസാനിച്ചത്. കണ്ണീരോടെ അദ്ദേഹത്തിന് നാട് വിട ചൊല്ലുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളുടെ വിട നൽകും എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ അവിടെ ഇടപ്പള്ളി ശ്മശാനത്തിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട്, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരതയ്ക്കെതിരായ വലിയ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനായി ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം, നെടുമ്പാശ്ശേരിയിൽ മൃതദേഹം കൊണ്ടുവന്ന ആ ദിവസം മുതൽ ആ വിമാനത്താവളത്തിന് പുറത്ത് നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തെ, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും അവരെ കാണുന്നതിനുമൊക്കെയായി എത്രയോ ആളുകൾ, എത്ര പ്രദേശങ്ങളിൽ നിന്ന് എണ്ണമറ്റ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നലെ ആ ദുരന്ത ഭീതി ഉണർത്തുന്ന ആ നിമിഷം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം കടന്നുപോയ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ആ വാക്കുകളിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. 2 പിഞ്ചു കുട്ടികളോടൊപ്പം അവർ പിതാവിൻ്റെ അവസാന സമയം അത് കൺമുന്നിൽ കണ്ടതിൻ്റെ ഷോക്ക്, അതിൻ്റെ തീവ്രത എത്ര വലുതായിരുന്നുവെന്ന് മകൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കേരളമാകെ, രാജ്യമാകെ കേട്ടതാണ് അവരുടെ വാക്കുകൾ, അവരുടെ ശബ്ദം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. നമ്മൾ ഒരുപക്ഷെ ആ വാക്കുകളിലൂടെ ആ നിമിഷം എത്ര ഭയാനകമായിരുന്നു എന്ന് കണ്ടതാണ്. ഇത് രാമചന്ദ്രൻ്റെ മാത്രം അവസാന നിമിഷമായിരുന്നില്ല. കന്യാകുമാരി മുതൽ, അങ്ങ് കശ്മീർ മുതൽ ഇവിടെ കേരളം വരെ അതേ സമാന സാഹചര്യത്തിലൂടെയാണ് രാജ്യം ഒന്നാകെ കടന്നുപോയത്.